ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് NIOSന്റെ അക്കൗണ്ടൻസി അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, ആ ചോദ്യത്തിൻ്റെ മാതൃകകൾ എങ്ങനെയാണ്, അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ NIOSലെ +2 അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ അറിയാം. 320 ആണ് നമ്മുടെ കോഡ് വരുന്നത്. ഫസ്റ്റ് എന്താണ് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ഏത് വിഷയത്തിൻ്റെ ചോദ്യ പേപ്പർ ആണെങ്കിലും അതിലേക്ക് എന്തുണ്ട്, ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് വായിച്ചാൽ മതി. അപ്പോൾ അത് ആസ് യൂഷ്വൽ ആണ്. നമ്മൾ ഫസ്റ്റ് പേജിലേക്ക് പോകുന്ന സമയത്ത് അക്കൗണ്ടൻസി പാർട്ട് എ മൊത്തം ക്വസ്റ്റ്യൻസ് സെക്ഷൻ എയിൽ 36 ക്വസ്റ്റ്യൻസ് ആണ്, സെക്ഷൻ ബിയിൽ 11 ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെക്ഷനായിട്ട് നോക്കാം. അങ്ങനെ 2 സെക്ഷനായിട്ടാണ്, സെക്ഷൻ എ സെക്ഷൻ ബി എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സെക്ഷൻ എ ആണെങ്കിൽ അവിടെ കൂടുതലായിട്ടും MCQs ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ MCQ ബേസ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് സെക്ഷൻ എയിൽ. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെ ഇതിൻ്റെ പിന്നെന്താ പറയുക, ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഒരു ഒരു അൾട്ടർനേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ, ഇല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, കണ്ടില്ലേ, ഓർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു MCQ തന്നെ 2 സ്പ്ലിറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ അങ്ങനെ MCQs നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനുണ്ട് ഓരോ സബ് ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളതാണ്. ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ സെക്ഷൻ എയിൽ വരുന്നത് മൊത്തം ഏതാണ്, സെക്ഷൻ എയിൽ മൊത്തം വരുന്നത് MCQs ആണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഓരോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഓരോ ക്വസ്റ്റ്യൻസും. അങ്ങനെ മൊത്തം 30 MCQ ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എയിൽ വരുന്നത്. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ 30. മൊത്തം ടോട്ടൽ 30 MCQ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് 30 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് സെക്ഷൻ എയിൽ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, പിന്നെ സെക്ഷൻ എ എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് സെക്ഷൻ എ. ദർ ആർ 36 ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ 1 to 36. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 36 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 30 ക്വസ്റ്റ്യൻസ് എന്നാണ് MCQ ആണ് എന്ത് ചെയ്യുന്നത് ഇതിൽ വരുന്നത്. ആൻസർ ഓഫ് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ടു ബി ഗിവൺ ഇൻ ദ ആൻസർ ബുക്ക് ഫോർ. എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം, നിങ്ങൾ ആൻസർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 13 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടില്ലേ, 31ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആണ്, പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 31, 32, 33, 34 അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പം അങ്ങനെ 34ാമത്തെ ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, കുറച്ചുകൂടി എലോബറേറ്റ് ആയിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം അങ്ങനെ 36 ക്വസ്റ്റ്യൻസോളാണ് എന്ത് ചെയ്യുന്നത് സെക്ഷൻ എയിൽ വരുന്നത്. സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് ടോട്ടൽ നമ്പർ എത്രയാണ്, 36 ആണ്. അപ്പോൾ അതെന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ, സെക്ഷൻ എയിൽ വരുന്നത്, സെക്ഷൻ എ 30 ക്വസ്റ്റ്യൻസ് എന്താണ് MCQ ആണ്, ബാക്കി വരുന്ന 6 ക്വസ്റ്റ്യൻസ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇനി വരുന്ന സെക്ഷൻ ബി പാർട്ടാണ്. സെക്ഷൻ ബിയിൽ ഇതേപോലെ തന്നെ എന്തുണ്ട്, ഇത് വരുന്ന അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്, സെക്ഷൻ ബി പാർട്ട്. അപ്പോൾ അതിൽ വരുന്ന ആ പോർഷനിൽ വരുന്ന, നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിൽ വരുന്ന ആ പോർഷനിൽ, ആ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന പോർഷൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക 37ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ. ഇതിലും എന്താണ് MCQs ആണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇത് ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്, അല്ലാണ്ട് എന്ത് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൺലി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് MCQs ഉണ്ട്. ഇതിൽ MCQs സെക്ഷൻ ബി പാർട്ടിൽ MCQs വളരെ അധികം ഇല്ല, വളരെ കുറച്ച് MCQs ഉള്ളൂ. പിന്നെ മുതൽ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. ഇതിൽ 37ാമത്തെ ക്വസ്റ്റ്യൻ MCQ ആണ്, 38, 39, 40 വരെ എന്താണ് MCQ ആണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഇത്തിരിയാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ 46, 47 അങ്ങനെ ടോട്ടല് 47 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ടോട്ടലി എന്ത് ചെയ്യുന്നത് വരുന്നത്. ടോട്ടൽ എത്രയാണ്, 47 ക്വസ്റ്റ്യൻസോളം എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്ന കുറച്ച് അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. പിന്നെ വരുന്ന ഓപ്ഷൻ നമ്പർ 2 വരുന്നത് എന്താണ്,
ഓക്കെ, സെക്ഷൻ ബി പാർട്ടിൽ എന്താ പറയുക 47 ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആണ്. പിന്നെ വരുന്നത് ഓപ്ഷൻ നമ്പർ 2 അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അതിൽ എന്തുണ്ട് കുറച്ച് MCQs ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് എന്താണ് MCQs കഴിഞ്ഞാൽ തന്നെ അതിൽ ബാക്കി പിന്നെ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ പറ്റും. പിന്നെ വരുന്നത് 3 മാർക്ക്, പിന്നെ 5 മാർക്ക്, 2 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ പാറ്റേൺ. സെക്ഷൻ എ ബി എങ്ങനെയാണ് കൂടുതലായിട്ട് എന്ത് ചെയ്തത് ഇതിനെ ക്ലാസിഫൈ ചെയ്തത് പെന്നേഴ്സിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ പാറ്റേൺ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് MCQs ആണ്. വളരെ എളുപ്പം, വളരെ പെട്ടെന്ന് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ MCQs ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൃത്യം മാർക്കാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ കൂടുതൽ സമയം എടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ MCQസിന് എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ സമയം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ പാറ്റേൺ. നിങ്ങൾക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ചാനലായിട്ടുള്ള ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഉണ്ട്. എന്താ പറയുക, ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസേഴ്സ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ച ആൻസേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കിട്ടും. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കീ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ സമീപിച്ചാൽ മതി. അതിൻ്റെ കോർഡിനേറ്റേഴ്സിനെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ആൻസർ കീ കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പായിട്ടുള്ള ഫ്യൂച്ചർ പ്ലസിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കയറാം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ വീഡിയോസ് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഷോർട്ട് ഫോമിൽ പറഞ്ഞു തന്നാണ് എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ കാര്യങ്ങളൊക്കെ വരുന്നത്. സെക്ഷൻ എ, സെക്ഷൻ ബി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ത് ചെയ്തത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ എ, സെക്ഷൻ ബിയിലാണ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 to 36 വരെ സെക്ഷൻ എയിലും 37 to 47 വരെ എത്തിയാണ് സെക്ഷൻ ബിയിലാണ് വരുന്നത്. സെക്ഷൻ എ പാർട്ടിലാണ് കൂടുതൽ MCQs കണ്ടുവരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് ഐഡിയ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഓക്കെ, എനിവേ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് നോക്കുക, നന്നായിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു.